ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലായി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ പേർക്കും മഹാദേവന്റെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരവരാൽ കഴിയുന്ന വിധത്തിൽ അനുസരിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇന്നുവരെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ രീതികളൊക്കെയും മാറ്റി നിങ്ങൾ അറിയാതെ തന്നെ ജീവിതത്തിലേക്ക് നന്മകളും നിങ്ങൾ അറിയാതെ തന്നെ ഭഗവാന്റെ സാന്നിധ്യവും ഒക്കെയും അനുഭവിക്കുന്ന അനേകം പേർ, അവരെ പോലെ തന്നെ ഇതെല്ലാ പേർക്കും ഭഗവാന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നോക്കൂ പ്രിയ മക്കളെ, എന്തിനു വേണ്ടിയിട്ടാണ് മഹാദേവ പ്രചാരക സംഘവും സ്വയംഭൂസ്ഥാനും പ്രവർത്തിക്കുന്നത് എന്ന് കേട്ടാൽ അതിന് ചിലപ്പോൾ അനവധി ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് ചുരുക്കി ഞങ്ങൾ പറയുകയാണെങ്കിൽ, ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ആരാധനാ രീതികളിൽ മായം ചേർത്തും വെള്ളം കലക്കിയും അതിനെ വേറൊരു അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഭഗവാനെ അറിയാതെ അല്ലെങ്കിൽ അറിയുവാൻ കഴിയാതെ മറ്റ് പല സാഹചര്യങ്ങളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടും അവിടെ അതാണ് ഇവിടെ ഇതാണ് ഒക്കെ ഓരോരുത്തർ പറയുന്ന കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിന്നുകൊണ്ടും സത്യത്തിൽ യഥാർത്ഥത്തിൽ ഉള്ള വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ പിതാവ്, ആ പിതാവിനെ തിരിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ. ഇപ്പോൾ 1 വർഷത്തോളമായി ഈ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. അനവധി പേരുമായിട്ട് സ്വയംഭൂസ്ഥാൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ മഹാദേവ പ്രചാരക സംഘത്തിന് അനവധി പേരുമായി തന്നെ ഒരു കുടുംബ ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. നിരന്തരം വാട്സാപ്പിൽ കൂടിയും അത്തരം ബന്ധങ്ങൾ തുടരുന്നുമുണ്ട്. നോക്കൂ, ഇവിടെ നിന്ന് എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ നിന്നും അത് മനസ്സിലാക്കിയവർ ഏറെയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഈശ്വരനെ വിശ്വസിച്ച് ആരാധിക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബന്ധിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഉള്ള ഈ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ബന്ധിച്ചിട്ടുകൊണ്ടും അത് ചെയ്യുവാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്താതെ ഈ ലോകത്ത് എങ്ങനെയാണോ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അതെല്ലാം അനുഭവിച്ച് ജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുന്നതിൽ കൂടി തന്നെ ഭഗവാനെ സേവിക്കുന്നു. ഇത്തരത്തിലൊരു സന്ദേശമാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മറ്റൊന്നും ആവശ്യപ്പെടുന്നുമില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ആശ്രമത്തിനെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ഗുരുവിനെയോ ഗുരുവിന്റെ ചിത്രത്തെയോ കൂടുതൽ ഞങ്ങൾ വെളിപ്പെടുത്താതിരിക്കുന്നതെന്ന് കേട്ടാൽ എല്ലാ സഹോദരങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ സന്ദർശക പ്രവാഹമായിരിക്കും. ഒന്നുമില്ല, എന്തിനാ നിങ്ങൾ സന്ദർശിക്കുന്നത്? നിങ്ങൾ ആരെ കാണാനാ സന്ദർശിക്കുന്നത്? അങ്ങനെ ഗുരുവിനെയോ മഹാദേവ പ്രചാരക സംഘത്തിലെ ഒരു വ്യക്തി ചില ഭവനങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. അത് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. അല്ലാതെ നിങ്ങൾ നിരന്തരമായി അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ 1 ദിവസമോ വന്ന് ഒരു ആശ്രമം പോലെ ഒരു സങ്കേതം ഉണ്ടാക്കി അവിടെ വന്ന് നിങ്ങൾ ഇരുന്നത് കൊണ്ടോ ഒന്നും നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഇല്ല. എത്രയോ ആശ്രമങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്, എത്രയോ ആശ്രമങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. കുറെ പേർ അവിടെ കൂട്ടം കൂടിയിരിക്കുന്നു. ഒരാൾ അവിടെ ഇരിക്കുന്ന സന്യാസി വരൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ദിവ്യൻ വായിൽ വെച്ച് വിഴുങ്ങിയ ലഡുവിന്റെ ബാക്കി ഭക്തജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നു. അവരത് എന്തോ വലിയ പ്രസാദം പോലെ കഴിക്കുന്നു. ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ രീതിയിലേക്കൊക്കെയാണ് ആരാധനാ രീതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, നിങ്ങളുടെ ഭവനം മഹാദേവന്റെ ഭവനമായി കണ്ട് നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗുരുവായി തീരണം. ഇതിനു വേണ്ടിയിട്ടുള്ള ഉദ്യമമാണ് ഞങ്ങൾ ഇവിടുന്ന് ചെയ്യുന്നത്.
നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരുവായി വരേണ്ടത്. എങ്ങനെയാണ് അതിനുള്ള എല്ലാ കാര്യവും ഒരു ക്ലാസ്സിൽ എന്ന പോലെ തന്നെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ വിഷയം നിങ്ങളുമായി തന്നെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉത്തരം അത് ഗുരുവിൽ നിന്ന് വരുന്നതാണ്. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഗുരുവാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗുരുവാകുമ്പോൾ ഈശ്വരനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ വ്യത്യാസമെന്നല്ല, ഒരു വ്യത്യാസവും കാണില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ 2-3 പ്രഭാഷണങ്ങളിൽ കൂടി ഗുരു ഇവിടെ നിന്നൊരു കാര്യം പറയുകയുണ്ടായി. എല്ലാവരും അവരവരുടെ വീടിന്റെ മുൻവശത്ത്, അതായത് ഒരാൾ കയറി വന്നാൽ കാണത്തക്ക രീതിയിൽ നമ്മുടെ ഭഗവാന്റെ കുടുംബത്തിന്റെ ഒരു ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞു. കുറെ പേർ അത് വച്ചു, അങ്ങനെ വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ അവര് അതിനുള്ള മറുപടിയും ചിലർ ഫോട്ടോ വരെ ഇട്ട് തന്നു. ഞങ്ങളത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിനും എന്തോ വീട്ടിനുള്ളിൽ നിൽക്കാൻ തന്നെ ഒരു ഉന്മേഷമാണ് ഗുരു, അല്ലെങ്കിൽ ഒരു ധൈര്യം ലഭിച്ചതുപോലെയാണ് ഗുരു എന്ന് പറയും. അപ്പോൾ നമ്മളൊരു കാര്യത്തെ അവിടെ സ്ഥാപിക്കുന്നത് കൊണ്ട് വെറുതെ അങ്ങ് സ്ഥാപിക്കുകയല്ല, അതൊരു വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എന്റെ രക്ഷകൻ, എന്റെ മഹാദേവൻ, എന്റെ കുടുംബത്തിന്റെ നാഥൻ കുടുംബസമേതം ദേ ഇവിടെ ഉണ്ട് എന്ന സങ്കല്പം, ആ സങ്കല്പത്തെ നമ്മൾ ആ ചിത്രത്തിൽ കൂടി കാണുന്നു. അല്ലാതെ ആ ചിത്രത്തിൽ വലിയ ശക്തി ഉണ്ടെന്നോ, ആ ചിത്രത്തിൽ 2 ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഭസ്മം വീഴുമെന്നോ, അല്ലെങ്കിൽ ആ ചിത്രത്തിൽ നിന്ന് തേനോ പാലോ ഒഴുകുമെന്നോ ഒന്നും ഗുരു പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആഹ്ലാദത്തെ അവിടെ നിന്ന് ഉണ്ടാക്കി തരിക മാത്രമാണ് അത് ചെയ്യുന്നത്. നോക്കൂ, എത്ര പേർ ഇത് ചെയ്തിട്ടുണ്ടാകും? എത്ര പേർ ഒരു ചിത്രം വാങ്ങി വച്ചിട്ടുണ്ടാവും? പറയൂ. പക്ഷെ ഇവിടെ നിങ്ങൾ ചിത്രം എളുപ്പത്തിൽ വാങ്ങി വെക്കുന്ന രീതിയിൽ മറ്റൊരു സംഭവം കിടപ്പുണ്ട്. എന്താണെന്നറിയോ? അത് ഗുരു പറയട്ടെ. അതായത് ഗുരു ഇവിടെ നിന്ന് പറയുകയാണ്, മഹാദേവൻ അല്ലെങ്കിൽ നമ്മുടെ ശിവഭഗവാന്റെ അപൂർവ ചിത്രം, ഇതൊരു അപൂർവ ചിത്രമാണ്. അത് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രത്യേക രീതിയിൽ പ്രത്യേകമായ ദിവസം വ്രതമെടുത്ത് നോമ്പെടുത്ത് അല്ലെങ്കിൽ പ്രത്യേകമായി ഞങ്ങൾ ചെയ്തെടുത്ത ചിത്രങ്ങളാണ്. അത് ഇപ്പോൾ കുറച്ചു മാത്രമേ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ. അത് നിങ്ങൾ ഒരു 1000 രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരാം. അത്ഭുതകരമായ ചിത്രമാണ്. അത് ഭവനത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഐശ്വര്യമുണ്ടാകും, നിങ്ങൾക്ക് നന്മകൾ കൊണ്ടുവരും, നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും. ഈ അത്ഭുതകരമായ ചിത്രം നിങ്ങൾ വാങ്ങിവെക്കൂ എന്നും പറഞ്ഞ് ഒരു പ്രഭാഷണമാണ് നടത്തിയിരുന്നുവെങ്കിലോ, നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ കുറേയേറെ പേർ എനിക്കും വേണമെന്നും പറഞ്ഞു വരും. അതല്ലേ നമ്മുടെ കാലം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനോ പ്രവാചകനോ ആരെങ്കിലും ഒരു മന്ത്രം ചെയ്യുന്ന ആളോ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തി നോക്കട്ടെ, നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും. ഈ ചിത്രം കൊണ്ട് വയ്ക്കൂ, ഇത് മുൻവശത്തിരിക്കുന്നതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഏതെങ്കിലും കടയിൽ പോയി ഒരു പഴം മേടിച്ചുകൊണ്ട് വന്ന് അതിൽ കുറച്ച് ഭസ്മമൊക്കെ പൂശി അതിൽ ഇച്ചിരി സെന്റൊക്കെ തളിച്ച് ഒന്നും മണമുള്ളതൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങൾ ആ പണം ഇട്ട് കൊടുക്കുന്നു. ആരാ വിഡ്ഢികളായത്? നിങ്ങൾ തന്നെയല്ലേ വിഡ്ഢികളായത്? ആ പടത്തിന് എന്തെങ്കിലും, ആ ചിത്രത്തിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസമല്ല ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഗുരു പറയുവാൻ കാര്യം, ഇപ്പോൾ ചില ചാനലുകളിൽ കൂടിയും പത്രങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള മാധ്യമങ്ങളിൽ കൂടിയുമൊക്കെയും അത്ഭുത മോതിരമെന്നും അത്ഭുത ഏലസ് എന്നും അത്ഭുത സിന്ദൂരമെന്നും അത്ഭുത ചിത്രമെന്നും അത്ഭുത പാതുകമെന്നും ഒക്കെ പറഞ്ഞ് കുറെ പേർ പരസ്യം ചെയ്യുന്നുണ്ട്. കുറെ പേർ പോയി വീണിട്ടുമുണ്ട്. അപ്പോൾ സ്വയംഭൂസ്ഥാൻ അത്തരത്തിൽ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ? മഹാദേവ പ്രചാരക സംഘം അങ്ങനെ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടുന്ന് തുടക്കകാലത്ത് ഇവിടെ കുറച്ച് ശിവലിംഗം ഉണ്ടായിരുന്നു. അതിന്റെ ആ ഒരു സ്റ്റോക്ക് അത് ഇവിടെ തീരുന്നത് വരേക്കും പലർക്കും സൗജന്യമായി തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കടയിൽ പോയി, ഇപ്പൊ ഗുരു പറയുന്നത് കേട്ട് നിങ്ങളൊരു കടയിൽ പോയി ശിവഭഗവാന്റെ ഒരു കുടുംബചിത്രം വാങ്ങുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആ ഒരു പണം അയാൾക്ക് കൊടുക്കുന്നു. ആ ചിത്രം ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടി അയാൾ അവിടെ അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് അതിന്റെ കൂലി ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ ചിത്രം നിങ്ങളുടെ സ്വന്തമായി കഴിഞ്ഞു. ആണല്ലോ? അപ്പോൾ അവിടെ നിങ്ങളൊരു സേവനം കൂടിയാണ് ചെയ്യുന്നത്. ഒരാളുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ചിത്രം വാങ്ങുന്നു. അല്ലാതെ
വല്ലവരും പറയുന്ന കേട്ട് കുറെ ഇത് അത്ഭുത ചിത്രമാണ്, ഭസ്മം വരുന്ന ചിത്രമാണ്, അല്ലെങ്കിൽ രോഗശാന്തി നൽകുന്ന ചിത്രമാണ്, അല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഭവനത്തിൽ വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന ചിത്രമാണെന്ന് പറയുന്ന കേട്ട് വല്ലവർക്കും കാശൊക്കെ അയച്ചു കൊടുത്ത് നിങ്ങൾ വിഡ്ഢികളാകരുത്. കാരണം നാളെ ഇതങ്ങനെ സംഭവിക്കാം. ഗുരു അതുകൊണ്ട് മുൻകൂട്ടി പറയുന്നതാണ്. കാരണം ഓരോരുത്തർ എങ്ങനെ ആൾക്കാരെ പറ്റിക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഗുരു പറഞ്ഞു എല്ലാവരുടെ വീട്ടിലും ശിവഭഗവാന്റെ ചിത്രം വയ്ക്കണം എന്ന് പറഞ്ഞു. കുറെ പേര് അതനുസരിച്ചു. നാളെ ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് അത്ഭുത ശിവഭഗവാന്റെ ചിത്രമാണ്, നിങ്ങൾ ഇത്ര രൂപ അയച്ചു തരും, ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാന്നൊക്കെ പറയും. അതിലൊന്നും പോയി വീഴരുത്. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കാശുണ്ടാക്കി നിങ്ങൾ പോയി 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രെയിം ചെയ്ത ഒരു ഭഗവാന്റെ പടം കിട്ടും. നിങ്ങൾ തന്നെ പോയി വാങ്ങി, നിങ്ങൾ തന്നെ അതിനെ വൃത്തിയായി തുടച്ച്, നിങ്ങൾ തന്നെ അത് ഭിത്തിയിൽ എവിടെയാണോ നന്നായി ഇരിക്കുന്നത് അവിടെ അത് വയ്ക്കുക. അങ്ങനെ ചെയ്യും. വല്ലപ്പോഴും ഒരു മാല കെട്ടിയിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് പറയുവാൻ കാര്യം, അപ്പോൾ അത്തരത്തിൽ നിങ്ങളോട് ഏകദേശം 100ഓളം പ്രഭാഷണങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇതിൽ കൂടിയൊക്കെ ഗുരു ആവശ്യപ്പെടുന്നത് നിങ്ങൾ സ്വയം വളരുന്നതിനും സ്വയം ഉണരുന്നതിനും സ്വയം ഉയരുന്നതിനും വേണ്ടിയിട്ടാണ്. എന്നാൽ ചില ആൾക്കാർ നമ്മുടെ യൂട്യൂബിന്റെ ഓരോ വീഡിയോസിനും താഴെ ചില മോശമായ കമന്റുകൾ ഇടാറുണ്ട്. അത് മഹാദേവ പ്രചാരക സംഘം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അത് മാറ്റുന്നുമുണ്ട്. എന്നാൽ അത് കാണുന്ന ഇവിടത്തെ വിശ്വസിക്കുന്നവർ അതിന് മറുപടി കൊടുക്കാൻ അർഹരാണ്. കാരണം അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് തക്കതായ മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം നിങ്ങളുടെ മഹാദേവനാണ്. അവിടെ മഹാദേവനെ നിന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഗുരുവിനെ അവഹേളിച്ചുകൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് നിങ്ങൾ മറുപടി കൊടുക്കണം. അതിന് നിങ്ങൾക്ക് അധികാരവും അവകാശവുമുണ്ട്. അപ്പോൾ എല്ലാ കാര്യവും ശ്രദ്ധിക്കാൻ ഞങ്ങൾക്കും അല്പം വൈകേണ്ട സാഹചര്യമുണ്ട്. കാരണം എപ്പോഴും മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടല്ലല്ലോ ഇരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് മിക്കവാറുമൊക്കെ രാത്രി സമയം കിട്ടുന്നപ്പോഴാണ് അവർ ഇതൊക്കെ പരിശോധിക്കുന്നത് തന്നെ. അപ്പോൾ ഇത് പറയുവാൻ കാര്യം, നിങ്ങൾ ആർക്കും ഒന്നും കൊടുത്ത് നിങ്ങൾ ഒന്നും വാങ്ങി വെക്കേണ്ട. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തന ഉദ്ദേശവും മറ്റല്ല. അപ്പോൾ ഗുരു പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ പറയുന്ന ആരെങ്കിലും പറയുന്ന കേട്ട് ഏലസ്, തകിട്, മന്ത്രം, അപൂർവ ചിത്രം എന്നൊക്കെ പറഞ്ഞു അതിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നതിന് മുന്നേ ഈ വിശന്നിരിക്കുന്ന ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം. ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ മുന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മരുന്നുകളൊക്കെ പുറത്തുനിന്ന് എഴുതി കൊടുക്കും. അതിവിടെ മഹാദേവ പ്രചാരക സംഘം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് എഴുതി കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ കാശില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റുപാടും മാത്രമുള്ളതല്ല ലോകം. ഒരുപാട് പേർക്ക് ഒരുപാട് ലോകങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ലോകമാണ് ഈ ലോകത്ത്. ഇത് കേൾക്കുന്നത് പല വ്യക്തികളാണ്. ഇത് കേൾക്കുന്ന ജാനകിക്ക് ജാനകിയുടേതായ ലോകമുണ്ട്, ഉണ്ണികൃഷ്ണന്റേതായ ലോകമുണ്ട്. ഇങ്ങനെ ഓരോ വ്യക്തിക്കും, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും 3.5 കോടി ലോകങ്ങളാണുള്ളത്. ആ ലോകത്താണ് അവർ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നു, ഈ ഒരു പ്രപഞ്ചത്തിൽ, ഈ ഒരു ഭൂമിയിൽ ഇവിടെ ജീവിക്കുന്നു എന്ന് ഇരുന്നാൽ കൂടി ഓരോ വ്യക്തിക്കും ഓരോ ലോകമുണ്ട്. അവൻ കാണുന്ന സ്വപ്നം, അവന്റെ പ്രശ്നങ്ങൾ, അവന്റെ സന്തോഷങ്ങൾ, അവന്റെ ദുഃഖങ്ങൾ, ഇതൊക്കെ അവന്റെ ഒരു ലോകമാണ്. ആ ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ആ ലോകം വിട്ട് നമ്മൾ മറ്റൊരാളിന്റെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ണികൃഷ്ണന്റെ ലോകത്ത് നിന്ന് ദിവാകരൻ എന്ന് പറയുന്ന ആളിന്റെ ലോകത്തിലേക്ക് കൂടെ ഒന്ന് ഇറങ്ങണം. അപ്പോൾ ദിവാകരന്റെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഗുരു പറയുന്നത്, അങ്ങനെ ഒക്കെ പുറത്ത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പുറത്തൊക്കെയുള്ള മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോർ ഉടമ വളരെ നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിൽ നിങ്ങൾക്കൊരു 10-100 രൂപ കൊണ്ട് അവിടെ കൊടുത്തിട്ട് പറയുക, മരുന്ന് മേടിക്കാൻ കാശില്ലാതെ ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. അത് ആ മെഡിക്കൽ സ്റ്റോറുകാരൻ സഹൃദയനാണോ, നല്ല മനസ്സിന്റെ ഉടമയാണോ എന്ന് കൂടി നിങ്ങൾ പരിശോധിച്ചിട്ട് അത് ചെയ്യുക. കാരണം അങ്ങനെ അനേകം പേർ പോകുന്നുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്ത്. നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, അത് ചോറിന്റെ ഒരു വറ്റാണെങ്കിൽ കൂടി അത് ഒരു ഉപകാരമാണ്. ഇവിടെ
ഒരു സഹോദരി ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. ഇവിടുത്തെ പ്രഭാഷണം ആദ്യകാലം മുതൽ കേൾക്കുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ അവർക്ക് മുന്നേ ചെറുപ്പകാലം മുതലേ ഒരു രോഗാവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പറയുന്ന കേട്ടു അവർ ശിവലിംഗമൊക്കെ വാങ്ങിവെച്ചു. അപ്പോൾ ഈ സമയം ഇപ്പോൾ അവർക്ക് ആ രോഗത്തിന്റെ അവസ്ഥയിൽ കുറച്ചൊരു കൂടുതൽ വന്നു. അവർ അതിന്റെ ട്രീറ്റ്മെന്റിലാണ്. അവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂടി ആ കുഞ്ഞു ശിവലിംഗവും കയ്യിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അത്രയ്ക്കായിരുന്നു വിശ്വാസം. എന്ത് വന്നാലും കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ പോയി അവർ ഡോക്ടറെ കണ്ടു. അവന്റെ മരുന്നും ഗുളികയൊക്കെ കൊടുത്തു. ഭയപ്പെടേണ്ട, മാറും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ആ ഡോക്ടറെക്കാളും മരുന്നുകളെക്കാളും ഭഗവാനെ നെഞ്ചോട് ചേർത്ത് നടക്കുന്നൊരു സഹോദരി. അങ്ങനെ അവരുടെ ഈ ദുരിതാവസ്ഥ കണ്ടിട്ട് മറ്റൊരു സ്ത്രീ അവരെ ഫോണിൽ വിളിച്ചു. അത് അവർ ഗുരുവിനായി പറഞ്ഞതാണ്. ഫോണിൽ വിളിച്ചു, അവരോട് പറഞ്ഞു, നോക്കണേ, മനുഷ്യനൊരു രോഗത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനെപ്പോലും ഒരു മതത്തിന്റെ പേരിലേക്ക് മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. കാരണം അവർ നല്ല രീതിയിൽ ജീവിച്ചിരുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് മറ്റു ഇതൊന്നും ഇല്ലാതെ പോയപ്പോഴോ ഒന്നും അപ്പോൾ ഒരവസ്ഥയെ മുതലെടുക്കുന്ന പോലൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇതാർക്കും ആരാണ് ഏതാണെന്നേക്കാൾ നിങ്ങൾ തന്നെ പറയുക. ഗുരു കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ആ സഹോദരിയോട് പറഞ്ഞു, നമ്മുടെ ആലപ്പുഴയ്ക്കടുത്ത് അങ്ങനെ എന്തോ ഈ ധ്യാനം പോലുള്ളൊരു സംവിധാനമുണ്ട്, അവിടെ പോവുക, അവിടുത്തെ കടലാസോ അങ്ങനെ എന്തൊക്കെ വാങ്ങുക, എന്തൊക്കെ പറഞ്ഞു, പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരി പറഞ്ഞു, തിരിച്ചു പറഞ്ഞ വാക്ക്, എന്റെ പിതാവ് മഹാദേവനാണ്. ഞാൻ അറിവായ കാലം മുതൽ ഞാൻ മഹാദേവനെ പ്രാർത്ഥിക്കുന്നു. ചേച്ചി എന്നോട് ഈ കാര്യം മുമ്പേ പറയുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ അതിന് തിരിച്ചു മറുപടി തരാൻ കാരണമുണ്ട്. കാരണം എന്റെ നല്ല സമയത്തും മോശ സമയത്തും എന്റെ മഹാദേവൻ എന്നോടൊപ്പം ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു രോഗാവസ്ഥയോ എനിക്കൊരു ദാരിദ്ര്യമോ എനിക്കൊരു മോശം അവസ്ഥയോ തന്നിട്ട് ആ ദൈവത്തിലേക്ക് തിരിയണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണ്ട. മനസ്സിലായോ? അവരോട് സംസാരിച്ചൊരു കാര്യമാണ്. എന്റെ അവസ്ഥകളെ എനിക്കൊരു രോഗാവസ്ഥയോ മോശം അവസ്ഥയോ തന്നിട്ട് നീ എന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ നീ എന്നിലേക്ക് തിരിയുക എന്ന് പറയുന്ന ഒരു ദൈവത്തെ എനിക്കെന്ത് ചെയ്യും? ശരിയല്ലേ? നല്ല സമയത്തും മോശം സമയത്തും കൂടെ മഹാദേവനുണ്ട്. എനിക്കിപ്പോൾ രോഗാവസ്ഥയിൽ കുറവുമുണ്ട് എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മഹാദേവൻ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന മഹാദേവനെ മാറ്റിവെച്ചിട്ട് അവിടെ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ, സഹോദരി, അതിന് എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇരുന്ന് എനിക്കെന്ത് സംഭവിച്ചാലും ശരി, എൻ്റെ അവസാന ശ്വാസം വരെയും എനിക്ക് എന്തെങ്കിലും ഇനി സംഭവിച്ചാലും ഞാനത് മഹാദേവന്റെ ഇഷ്ടമായി കണക്കാക്കും. നോക്കൂ, ഈ വിശ്വാസം എത്രത്തോളം നല്ല വിശ്വാസമാണ്. ഇവിടെ ഓരോ വ്യക്തികൾക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകളും ചെറിയ ബുദ്ധിമുട്ടുകളും ചെറിയ വേദനകളും ഒക്കെ വരുമ്പോൾ, അയ്യോ ദൈവമേ, എന്നെ കൈവിടിഞ്ഞോ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഗുരു തന്നെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും എന്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലല്ലോ, ഞാൻ ഇത്രയും കാലം അനുഭവിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഇരുന്ന് പലരോടും പറയുമ്പോൾ എന്ത് ചെയ്യും? അതൊരു വിഭക്തിയായിട്ട് മാറുകയാണ്. പക്ഷെ നോക്കൂ, ഈ സഹോദരി മഹാദേവനെ എവിടെയെങ്കിലും ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അപ്പോൾ, ഗുരുവേ ഞാനിത് ഇന്നതുപോലെ കേട്ടു. ചില സപ്താഹങ്ങളിൽ മഹാദേവനെ ചില സ്ഥാനമാറ്റങ്ങൾ നടത്താറുണ്ട് ചില വ്യക്തികൾ, വിളിച്ചു പറയും വാട്സാപ്പിൽ കൂടി. കാരണം അത്രയ്ക്ക് മഹാദേവനെ എവിടെയെങ്കിലും ഒന്ന് താഴ്ത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് പോകും. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് മഹാദേവനെ. ആ സഹോദരിയെ മഹാദേവൻ കാണാതിരിക്കുന്നു. തീർച്ചയായിട്ടും
ശിവഭഗവാന്റെ ആ ഒരു ലോകമുണ്ട്. അത് നമ്മുടെ ഒന്നും ജീവിതം ഇവിടം കൊണ്ടൊന്നും അല്ല, ഇവിടം കൊണ്ട് കഴിയുന്നു എന്നുള്ളത് അത് അന്ധവിശ്വാസമൊന്നും ഗുരു പറയുന്നില്ല, സത്യമായ വിശ്വാസം തന്നെയാണ്. 10-60 വർഷം ഇവിടെ ജീവിച്ച് ഓർമ്മകളും നശിച്ച് മരിച്ചു മണ്ണടിയേണ്ടവനല്ല മനുഷ്യൻ. അവന് ഒരു 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 ആത്മാവിൽ ഒരു ജീവിതമുണ്ട്. അതിവിടുത്തെ സന്യാസി വര്യന്മാർ ബോധ്യപ്പെടുത്തി തന്നിട്ടുമുണ്ട്. ഭഗവാൻ ആഗ്രഹിക്കുന്നതും അതാണ്. അപ്പോൾ എത്രമാത്രം ആ സഹോദരിയെ ഭഗവാൻ കാണും, ഭഗവാനെ കാണാതിരിക്കാൻ കഴിയുമോ? അതാണ് വിശ്വാസം. ഏതൊരവസ്ഥയിലും ഭഗവാനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ട് ഗുരു ഇവിടുന്ന് ഇത് പറയുന്നത്, ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ വേണ്ട, മറ്റതിലോട്ട് പോകാം, അതാണ് സത്യം. അങ്ങനെയല്ല, നമ്മൾ ഒന്നിൽ നിൽക്കണം. ഗുരു നേരത്തെ ഒരു സരസ്വതിയുടെ കഥ പറഞ്ഞില്ലേ, അതുപോലെ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് നേരെ കാണുമ്പോൾ നമുക്ക് നേരെ നിൽക്കുന്നു, മറ്റുള്ളവർ വളഞ്ഞു പിടിച്ച് ചുറ്റിയൊക്കെ വരുന്നു. ആ വളഞ്ഞു പിടിച്ച് ചുറ്റി വന്ന് ഇതിലേക്ക് എത്തുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സ് മാറുന്നു. നമ്മളൊന്നും ആരോടും വിളിച്ചു പറയുന്നില്ല, കാരണം നമ്മൾ നേരെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് കുറച്ച് മധ്യസ്ഥരായിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് പറ്റിക്കുന്ന പോലെ. നമ്മളതൊന്നും കേൾക്കണ്ട, നമുക്ക് നേരെ ഭഗവാനാണുള്ളത്, ആ ചിന്തയാണ് വേണ്ടത്. അങ്ങനെ ഉള്ളൊരു വിശ്വാസം എല്ലാവർക്കും വേണം. എന്തു വന്നാലും മഹാദേവന്റെ ആ ഒരു സംരക്ഷണം എനിക്കുണ്ട്. അതല്ല, എനിക്ക് നീ ദുരിതങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എൻ്റെ കർമ്മദോഷമാണ്. ഇവിടെ നിന്നല്ല, അതിന് എവിടെ പോയാലും എനിക്ക് ദുരിതമുണ്ടാകും. പക്ഷേ എൻ്റെ ആ ദുരിതങ്ങൾ ഭഗവാൻ ഈ ജന്മത്തോടു കൂടി കുറയ്ക്കും, അല്ലെങ്കിൽ കുറച്ചു ദിവസത്തെ അനുഭവത്തോടു ശേഷം കുറയ്ക്കും. എവിടെയോ എങ്ങനെയോ എനിക്ക് പറ്റിയ പാകപ്പിഴകളിൽ സംഭവിച്ചു പോയതാണ് ഇതൊക്കെ. അങ്ങനെ അങ്ങ് സമാധാനിക്കുക, എന്നിട്ട് വിശ്വാസത്തോടു കൂടി ജീവിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇത്രയുമാണ് ഗുരുവിന് ഇന്ന് ഈ പ്രഭാഷണത്തിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഭവനം ശിവകുടുംബമാണ്. 2 നില വീടൊക്കെ ഉള്ളവർ 2ാമത്തെ നിലയുടെ ആ ഒരു ഇതിൽ തന്നെ വെക്കുക. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവിടെ ഭഗവാന്റെ കുടുംബം ഇരിക്കുന്നത് കാണണം. അങ്ങനെയൊക്കെ മാറി വന്ന് മനസ്സിനെ മാറ്റി എവിടെ പോകുമ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ, ഇന്ന സമയത്ത് ജപിക്കണമെന്നോ ഇന്ന സമയത്ത് ഇരിക്കണമെന്നോ എന്നും ഗുരു പറയുന്നില്ല. യാത്ര ചെയ്യുമ്പോഴും നമഃശിവായ മനസ്സിൽ ജപിക്കാം, വെറുതെ ഇരിക്കുമ്പോൾ ജപിക്കാം, കുളിക്കുമ്പോൾ ജപിക്കാം, ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിൽ ജപിക്കാം, എപ്പോൾ വേണോ ജപിക്കാം. അതിനൊന്നും സമയമൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വിശ്വാസത്തിൽ അണവിട മുറിയാതെ, വിശ്വാസം അല്പം പോലും മാറ്റം വരാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. രക്ഷകൻ മഹാദേവനാണ്. ഓം ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജഡാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ.